2 വയസ്സൊക്കെ ഉള്ളപ്പോഴത്തെ വീഡിയോ ഇതൊക്കെ. കേശപ്പൻ്റെ പനിയാണേ, അതുകൊണ്ട് ഇതേ തോളി കയറിയിരിക്കുക. ഞങ്ങളിതേ മീൻകറി വെച്ചോണ്ടിരിക്കുക കേട്ടാ. ഹലോ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ രാത്രിയാണ്. രാത്രിയിലെ കുറച്ച് വിശേഷങ്ങളാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിൽ. കേശപ്പൻ്റെ പനിയാണേ, അതുകൊണ്ട് ഇതേ തോളി കയറിയിരിക്കുക. ഞങ്ങളിതേ മീൻകറി വെച്ചോണ്ടിരിക്കുക കേട്ടാ. ഇതേ മീൻ ഇപ്പം രാത്രിയിൽ മീൻ വാങ്ങിച്ചിട്ട് വന്നേ ഉള്ളൂ. അപ്പം മീനൊക്കെ കഴുകി വെച്ചു. മീൻ കഷ്ണങ്ങൾ പറക്കി ഇട്ടിട്ടില്ല, അരപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ കേശപ്പന് പനിയായതുകൊണ്ട് ഇതാ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. കേശപ്പൻ്റെ കൊച്ചി ടി വി ഒക്കെ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ വ്ളോഗ് എടുത്തോണ്ടിരിക്കുന്നതുകൊണ്ട് വോളിയം കുറച്ച് വെച്ചിരിക്കുകയാണേ. അപ്പം ഞാൻ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് കേശപ്പൻ വോയിസൊക്കെ കുറയ്ക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പം വ്ളോഗ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് എൻ്റെ കേശപ്പൻ. പനിയായതുകൊണ്ട് കേശപ്പനാണെങ്കിൽ ഇന്നലെ സ്കൂളിൽ പോയിട്ടില്ല. പിന്നെ ഇന്ന് സ്കൂളില്ലായിരുന്നല്ലോ. ഇപ്പം കുറേ ദിവസം കൊണ്ട് ട്യൂഷന് പോകുന്നില്ല. ഒക്കെ മടി പിടിച്ചിരിക്കുക പനി കാരണം അല്ലേ? പനിയുണ്ടോ ഇല്ലേ? ആര് പറഞ്ഞ് പനിയുണ്ടെന്ന് പറ. അപ്പൊ സാലിമ്മ ഇവിടെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അമ്മ ഇങ്ങോട്ടൊക്കെ ഹായ് പറ. ഇതാ ഇവിടെ റെസ്റ്റ് എടുക്കുക, ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട്. മീൻകറി തിളച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളേ. മീൻകറി ആയിട്ടാണ് നമുക്കിനി ചോറ് കഴിക്കാൻ. ചിഞ്ചുവും കേശപ്പനും എന്തെടുക്കുക? കേശപ്പൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ചിഞ്ചുവും കേശപ്പനും കൂടി. പഴയതോ? കൊള്ളാം. കണ്ട കേശുമോൻ്റെ വീഡിയോ, പഴയ വീഡിയോ, 2 വയസ്സൊക്കെ ഉള്ളപ്പോഴത്തെ വീഡിയോ ഇതൊക്കെ. കേശപ്പന് പഴയ വീഡിയോ ഇഷ്ടം, ഇപ്പോഴത്തെ കേശപ്പനോ പഴയ കേശപ്പനോ നല്ലത്? പഴയതോ? അതെന്താ? ഏതാ? കേശപ്പനും ചെറിയമ്മയും കൂടെ ഉള്ള ടിക്ടോക്ക് വീഡിയോസാണ് ഇതൊക്കെ. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇപ്പം സമയം 9:20 ആയിട്ടുണ്ട്. നല്ല മഴ പുറത്ത്. അപ്പോൾ രാവിലെ തൊട്ട് ഇവിടെ നല്ല മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. പകലൊന്നും പെയ്തില്ല. പക്ഷേ രാത്രി ആയപ്പോൾ ഇതാ നല്ല മഴ. അപ്പോൾ കേശപ്പൻ്റെ പഴയ വീഡിയോസൊക്കെ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ കണ്ടുകൊണ്ടൊക്കെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴേ കേശപ്പൻ വലുതായതുപോലെ തോന്നുന്നേ. പഴയ വീഡിയോസിലൊക്കെ നല്ല കുഞ്ഞായിട്ടിരിക്കുന്നു. അതൊക്കെ കണ്ടപ്പോൾ വലുതാണ്ടാന്നൊരു തോന്നല് എല്ലാവർക്കും. അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. അങ്ങനെ മീൻകറിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും ചോറൊക്കെ കഴിച്ചു. ചോറും മീനും കറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ അമ്മൂമ്മയുടെ പൂച്ചയാണ് അത് അവിടെ ഇരുന്നത് കേട്ടോ. പിന്നെ കേശപ്പൻ്റെ ഒരു വിക്സും ഉണ്ട്. ചെറിയൊരു പനി വന്നു കഴിഞ്ഞാൽ ഉടനെ ഇപ്പോൾ ഈ വിക്സ് എടുത്ത് തൂക്കലാണ് പരിപാടി. അപ്പം വിക്സൊക്കെ തലവേദന എടുക്കുന്നൊക്കെ പറഞ്ഞ് തേച്ചു. പിന്നെ കിടക്കണേനൊക്കെ മുമ്പത്തേക്കിനെ ഞാൻ പനിയൊക്കെ ആയതുകൊണ്ട് കേശപ്പന് ടെമ്പറേച്ചറൊക്കെ നോക്കാനും ചിലപ്പോൾ പനിയുണ്ടെങ്കിൽ മരുന്നൊക്കെ കൊടുക്കുകയൊക്കെ വേണ്ടതുകൊണ്ട് എല്ലാം എടുത്തുകൊണ്ടൊക്കെ വന്ന് റൂമിൻ്റെ സൈഡിലൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സജ്ജീകരണങ്ങളുമായിട്ടാണ് രാത്രി കിടക്കുന്നത്. കാര്യം ചെറിയ ചൂടൊക്കെ തോന്നുമ്പോൾ നോക്കുക വേണം, മരുന്നൊക്കെ കൊടുക്കണമല്ലോ. അതുകൊണ്ട് പിന്നെ കേശപ്പനൊക്കെ ഉറങ്ങിയപ്പോഴത്തേക്കിന് അപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ട് ഞാൻ നേരെ കൊണ്ടുവന്ന് കട്ടിലൊക്കെ കിടത്തി. അപ്പോൾ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ രാത്രിയിൽ ഇതുപോലൊക്കെ തന്നെയായിരിക്കും മിക്കവാറും. എല്ലായിടത്തും ഇതുപോലെയാണോയെന്ന് അറിയില്ലല്ലോ, ഓരോ വീട്ടിലും ഓരോ പോലെ. അപ്പോൾ കേശപ്പനും ഉറങ്ങി. ഇനി ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ പോവുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവർ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഓർക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ, സീ യു.